ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞ് ഈവനിങ് വ്ലോഗാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് വൈകിട്ട് 5 മണിയായിട്ടുണ്ട്. പെട്ടെന്ന് നമുക്കൊരു ഓർഡർ വന്നിട്ടുണ്ട്. അർജൻറ്റായിട്ടൊരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ടാണ് കേട്ടോ. ഒരു കസിനാണ് നമുക്ക് ഓർഡർ തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റിച്ചിങ് റൂമിലേക്ക് പോകാം. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽസ് എല്ലാം എടുക്കാം. അപ്പോൾ ഞാനിവിടെ ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ. ഇത് ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ സ്റ്റിച്ച് ചെയ്തില്ല. അപ്പോൾ നമ്മുടെ ക്ലയൻറ്റ് ഇതാണ് നമുക്ക് ഓർഡർ തന്നിട്ടുള്ളത്. ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് 1 ഹവറിനുള്ളിൽ നമുക്കിത് കൊടുക്കണം. അപ്പോൾ നമുക്കിത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് 4 മീറ്റർ ഫാബ്രിക് നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്. 80 ഇഞ്ചസ് ഫസ്റ്റ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചു. പിന്നെ 60 ഇഞ്ചസ് കട്ട് ചെയ്ത് മാറ്റി വെച്ചു. പിന്നെ ഉള്ളത് ബാക്കി വരുന്ന പോർഷൻ സ്ലീവാണ്. സ്ലീവ് നമുക്കിതുപോലെ 4ആയിട്ട് മടക്കിയിട്ട് ഒരു എൻഡ് 8 ഇഞ്ചസ്, ഒരു എൻഡ് 10 ഇഞ്ചസ്. ഇതിൻ്റെ ലെങ്ത് വരുന്നത് 18 ഇഞ്ചസാണ്. ഓക്കെ, ഇനി ബാക്കി വരുന്ന പീസ് നമുക്ക് ഹെഡ് ബാൻഡിന് വേണ്ടിയിട്ട് ഈ ഒരു നമുക്ക് തലയിലിടുന്ന ബാൻഡില്ല, അതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഞാനിത് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും കൂടി കാണിച്ചു തരാം. അപ്പോൾ ഞാനിതായി പാറ്റേൺ ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഈ പാറ്റേൺ ഷീറ്റിൽ ഞാൻ ജസ്റ്റ് എല്ലാം വരച്ച് കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ ബി എന്ന് എഴുതിയത് ബാക്ക് പോർഷനാണ്, എഫ് എന്ന് എഴുതിയത് ഫ്രണ്ട് പോർഷനാണ്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും കട്ട് ചെയ്തു. ഇനി നമുക്കിത് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. അപ്പോൾ ബാക്ക് പീസ് നമുക്ക് ഫസ്റ്റ് ഞാൻ ഈ ഫോൾഡ് ആക്കിയതുപോലെ നമുക്കൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആ ഒരു എൻഡിങ് നമുക്ക് ഫസ്റ്റ് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഫേസ് ലെങ്ത് ഈ ഒരു പോയിന്റിൽ കണ്ടോ, ഈ ഒരു പോയിന്റിൽ നമുക്ക് 11 ഇഞ്ചസ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഫേസിൻ്റെ ലെങ്ത് വരുന്നത് 11 ഇഞ്ചസാണ്. അത് നമുക്ക് മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് താഴേക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം ഈ ഫ്രണ്ട് പോർഷനില്ലേ, അത് നമുക്ക് ഈ ഒരു ജോയിൻറ്റ് വരുന്ന പീസിൽ നമുക്ക് വെച്ചിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഈ വീഡിയോയിൽ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്ലീവും കൂടി കട്ട് ചെയ്തെടുക്കാം. സ്ലീവ് ഞാൻ നേരത്തെ പറഞ്ഞത് മനസ്സിലായെന്ന് എല്ലാം വിചാരിക്കുന്നത്. ഇതിൻ്റെ ലെങ്ത് വരുന്നത് 18 ഇഞ്ചസാണ്. ഇതിൻ്റെ സ്ലീവിൻ്റെ വിഡ്ത്ത് 10 ഇഞ്ചസാണ്. സ്ലീവിൻ്റെ ബോട്ടം റൗണ്ടിൽ നമ്മൾ ഇലാസ്റ്റിക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു പോർഷൻ നമുക്ക് 8 ഇഞ്ചസ് മതി. 8 ഇഞ്ചസ് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ബാക്കി വരുന്ന പോർഷൻസ് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ സ്ലീവ് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 സ്ലീവും കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കിതെങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്നും കൂടി നോക്കാം. അപ്പോൾ ഈ ബോഡി പാർട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം സ്ലീവ് വെച്ചിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പോർഷൻ നമ്മളിത് അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതാണ് ഫേസ് വരുന്ന പോർഷൻ. ഇവിടുന്ന് നമ്മൾ 11 ഇഞ്ചസ് മാർക്ക് ചെയ്തിട്ട് ബാക്കി താഴോട്ടുള്ള പോർഷൻ ജോയിൻ ചെയ്തതിന് ശേഷം അവിടെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഫ്രണ്ട് പീസ് വെച്ചിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്കിത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തതെന്ന് കാണിക്കാം. ഇത് ഞാൻ ചുരുട്ടി അടിച്ചേക്കാണ്, മനസ്സിലായോ? അതായത് നമ്മൾ നോർമലി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നൂലൊക്കെ ഇതുപോലെ പുറത്ത് കാണും. നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ ഒരു തയ്യൽ തുമ്പ് പുറത്ത് കാണും. തയ്യൽ തുമ്പ് വരാതെ നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്താണ്. അത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ, എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഇനി നമുക്ക് സ്ലീവ് അതിലേക്ക് ജോയിൻ ചെയ്യാം, ബോഡി പോർഷനിലേക്ക് ജോയിൻ ചെയ്തെടുക്കാം. സ്ലീവിൻ്റെ പോർഷനും ജോയിൻ ചെയ്യുന്നത് നമ്മളിതുപോലെ ചുരുട്ടിയാണ് കേട്ടോ അടിക്കുന്നത്. ഇനി നമുക്ക് ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കണം. സ്ലീവിൻ്റെ എൻഡിൽ ഇലാസ്റ്റിക് കട്ട് ചെയ്യണം. 8 ഇഞ്ചസാണ് ഇലാസ്റ്റിക് ലെങ്ത് വേണ്ടത്. അപ്പോൾ ഇലാസ്റ്റിക് നമുക്ക് ഇതുപോലെ ഈ ഒരു സ്ലീവിൻ്റെ എൻഡിങ് പോർഷൻ നമുക്ക് മടക്കി അടിച്ചിട്ട് ഇലാസ്റ്റിക് നോർമലി നമ്മൾ കോർത്ത് കൊടുക്കാം. അതിനുശേഷം 2 സൈഡും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു പിന്ന് റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു എൻഡും കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇലാസ്റ്റിക് കയറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് നല്ല രീതിക്ക് ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി സ്ലീവ് നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. അതിനുശേഷം സ്ലീവിൻ്റെ എൻഡ് മുഴുത്തൽ നമുക്ക് താഴെ ബോട്ടം പോർഷൻ വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് 2 സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഫസ്റ്റ് സ്ലീവിൻ്റെ ആ ഒരു പോർഷൻ മാത്രം, അതായത് ഇലാസ്റ്റിക് വരുന്ന പോർഷൻ മാത്രം അവിടെ ഒരു 2 ഇഞ്ചസ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബാക്കി പോർഷൻസ് ഇതുപോലെ നമുക്ക് ചുരുട്ടി അടിച്ചാൽ മതി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മൊത്തം നമുക്ക് അങ്ങനെ സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഓവർലോക്ക് മെഷീനൊക്കെ ഉള്ളവർക്ക് നമുക്ക് അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് ഓവർലോക്ക് കൂടി ചെയ്ത് പോവാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഓവർലോക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് കുറച്ച് കാണാൻ ഭംഗിയായിട്ടും വൃത്തിയായിട്ടും ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ. ചെയ്യുന്ന വർക്ക് നമ്മൾ എപ്പോഴും നീറ്റായിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് പിന്നെയും ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന വർക്ക് നമ്മൾ എന്തായാലും പെർഫെക്റ്റായിട്ട് ചെയ്തു കൊടുക്കാൻ ശ്രമിക്കും.
ഈ ഒരു ആം ഹോളിൻ്റെ പോർഷനിൽ നല്ല രീതിയിൽ പിടിച്ചിട്ട് നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ അവിടെ ഹോള് വീഴും. നമ്മളത് ലാസ്റ്റ് ചെക്ക് ചെയ്തിട്ട് മാത്രമേ കൊടുക്കാവൂ. അവിടെ ഹോളുണ്ടോ, എല്ലാ പോർഷനും സ്റ്റിച്ച് വീണിട്ടുണ്ടോ, എല്ലാം നമ്മൾ സ്റ്റിച്ചിങ് കാര്യങ്ങളും എല്ലാം നല്ല രീതിയിൽ ചെക്ക് ചെയ്തിട്ട് വേണം നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാൻ. ഇനി നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്തതിൻ്റെ ആ ഒരു പോർഷനിൽ നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത സീമില്ലേ, തയ്യൽ തുമ്പ് പുറത്തേക്ക് ഇരിക്കുകയില്ലേ, അത് നമുക്കൊന്ന് പ്രസ് ചെയ്ത് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് പിടിച്ചതിന് ശേഷം ജസ്റ്റ് ഇതുപോലെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതവിടെ പതിഞ്ഞ് അവിടെ ഇരുന്നോളും. മറ്റേത് നമുക്കത് പുറത്തേക്ക് വന്നിരിക്കും, നമ്മൾ ഇലാസ്റ്റിക്കിൻ്റെ ആ ഒരു പോർഷനൊക്കെ പുറത്തോട്ട് വന്നിരിക്കും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ജിൽബാബിൻ്റെ 2 സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തു. ഇനി ഇതാ ഇത്രയും പോർഷൻസ് ബാലൻസ് ലെങ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കിനി കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്ത് ലെവലാക്കിയതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ബോട്ടം പോർഷൻസ് ഫുള്ളായിട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഹെഡ് ബാൻഡ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ 3 ഇഞ്ചിൻ്റെ 2 പീസ് നമ്മൾ നേരത്തെ സ്ലീവിൻ്റെ ആ എൻഡിൽ നിന്ന് കട്ട് ചെയ്ത 2 പീസ് നമുക്കുണ്ടായിരുന്നു. അപ്പോൾ ഈ 2 പീസ് നമുക്ക് ഫസ്റ്റ് ജോയിൻ ചെയ്തെടുക്കാം. ഹെഡ് ബാൻഡിൻ്റെ ലെങ്ത് വരുന്നത് 26 ഇഞ്ചസാണ്. അത് നമുക്ക് അവിടം വരെ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന പോർഷൻസ് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ 2 എൻഡും ഒരു മടക്കിയിട്ട് നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നോർമലി നമ്മൾ വള്ളി സ്റ്റിച്ച് ചെയ്യുന്ന പോലെ 2 സൈഡും ജസ്റ്റ് ഒന്ന് മടക്കിയതിന് ശേഷം പിന്നെ നമുക്ക് ആ ഒരു 1 ഇഞ്ച് ഗ്യാപ്പിൽ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നല്ല നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഈ വള്ളി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് 12 ഇഞ്ചസ് ലെങ്ത് വരുന്ന ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കാം. ഹെഡ് ബാൻഡിന് കൊടുക്കാൻ വേണ്ടി നമുക്ക് ഇലാസ്റ്റിക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 12 ഇഞ്ചസ് നമുക്ക് കട്ട് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് പുറത്ത് കൊടുക്കാം. ഇലാസ്റ്റിക് കോർത്തതിന് ശേഷം നമുക്കിതിൻ്റെ സൈഡ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത പാർട്ട് നമുക്ക് ഇതിനുള്ളിലേക്ക് വെച്ചിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഫേസ് വരുന്ന ആ പോർഷനിൽ നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് മുകളിൽ നിന്ന് താഴേക്ക് 5 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കാം. 2 സൈഡിലും 5 ഇഞ്ചസ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു എൻഡ് നമുക്ക് ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്കവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ നമുക്ക് മറ്റേ എൻഡിലും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ജിൽബാബിൻ്റെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് പാക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് ഇവിടെ പാക്കിംഗ് കവർ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് നല്ല നീറ്റായിട്ട് നമുക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് എന്തെങ്കിലും പെർഫ്യൂം എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്കിത് പാക്ക് ചെയ്യാം. ഓക്കെ, സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ബാങ്ക് വിളിക്കാനായിട്ട് ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ജ്യൂസ് ആക്കാം. നമ്മൾ വാട്ടർമെലൺ ജ്യൂസാണ് കേട്ടോ അടിക്കുന്നത്. അപ്പോൾ ജ്യൂസും അടിച്ച് പെട്ടെന്ന് തന്നെ നമുക്ക് കട്ട് ഫ്രൂട്ട്സും കൂടി കട്ട് ചെയ്ത് വയ്ക്കാം.
അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കുഞ്ഞു വ്ളോഗ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.